അത് ശരി. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പത്രത്തിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ഹോംസിനോട് തുടർന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ യുവാവായ മക്കാർത്തിയെ കുഴയ്ക്കുന്നത് തന്നെയാണ്. മകനെ കാണാതെ തന്നെ എങ്ങനെയാണ് ആ പിതാവ് കൂയി എന്ന ശബ്ദം പുറപ്പെടുവിച്ചതെന്ന ചോദ്യം ആ യുവാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുമാത്രവുമല്ല, പിതാവുമായി വാക്കേറ്റമുണ്ടായതിൻ്റെ കാരണം അയാൾ വ്യക്തമാക്കാത്തതും സംശയകരമായ ഒന്നാണ്. പിന്നെ മറ്റൊന്ന്, റാറ്റ് എന്ന് മാത്രമേ പിതാവ് മരിക്കുന്ന സമയത്ത് അയാൾ കേട്ടുള്ളൂ എന്ന വാദം. ഇതെല്ലാം ചെന്നെത്തുന്നത് കൊലയാളി അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന വിധത്തിലാണല്ലോ. ഹോംസ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ സീറ്റിൽ മുന്നിലേക്ക് നിവർന്നിരുന്നു. നിങ്ങളും ആ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒന്നുപോലെ ശ്രമിക്കുന്നത് എല്ലാ തെളിവുകളും ആ യുവാവിനെതിരെ പ്രയോഗിക്കുന്നതിനാണ്. നിങ്ങൾ ഒരേ സമയം തന്നെ അയാൾ ഭാവനാസമ്പന്നനാണെന്നും അങ്ങനെ അല്ലെന്നും സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ആ കലഹത്തിൻ്റെ കാരണം വെളിപ്പെടുത്താൻ അയാൾ മടിക്കുന്നിടത്തോളം ന്യായാധിപൻ്റെ കാരുണ്യം അയാൾക്ക് നേരെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാനാവില്ല. അപ്രകാരം അയാൾ ഭാവനാശൂന്യമായാണ് പെരുമാറുന്നത്. ഇനി കൊല്ലപ്പെട്ടയാൾ മരണസമയത്ത് റാറ്റ് എന്ന പരാമർശം നടത്തിയതും ചാരനിറത്തിലുള്ള എന്തോ ഒരു സാധനം അവിടെ നിന്നും അപ്രത്യക്ഷമായതായി പറയുന്നതും അയാൾ മെനഞ്ഞെടുത്ത കഥകളാണെങ്കിൽ അയാൾ ഭാവനാസമ്പന്നനാണെന്ന് പറയാനാവും. ഇല്ല സർ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മുഖവിലയ്ക്കെടുത്താണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നാം എങ്ങോട്ടാണ് ചെന്നെത്തുന്നതെന്ന് നോക്കാം. ഇതാ പെട്രാർക്കിൻ്റെ പോക്കറ്റ് എഡിഷൻ. ഇനി കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തുന്നതുവരെ ഞാൻ ഒരക്ഷരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതല്ല. നമ്മൾ ഉച്ചഭക്ഷണം സിൻഡണിയിൽ നിന്നും കഴിക്കും. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നാം അവിടെ എത്തും. മനോഹരമായ സ്ട്രൗഡ് താഴ്വരയും കണ്ണുകൾക്ക് കുളിർമ കോരിയിട്ടുകൊണ്ട് പരന്നൊടുങ്ങുന്ന സെവേൻ നദിയും കടന്ന് 4 മണിയോടുകൂടി ഞങ്ങൾ ചെറുതും മനോഹരവുമായിരുന്ന റോസ് പട്ടണത്തിലെത്തി. മെലിഞ്ഞു നീണ്ടതും ചത്ത കണ്ണുകളുമായി ഒരു മനുഷ്യൻ ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ കാത്തു നിന്നിരുന്നു. ഇളം തവിട്ട് നിറത്തിലുള്ള ഒരു ഓവർകോട്ടും തുകലുകൊണ്ട് നിർമ്മിച്ച ലെഗിങ്സുമാണ് അയാൾ ധരിച്ചിരുന്നതെങ്കിലും അത് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിലെ ലെസ്ട്രഡ് ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമുണ്ടായില്ല. അയാളുടെ കൂടെ കാറിൽ ഞങ്ങൾ താമസ സ്ഥലമായ ഹെർഫോർഡ് ആംസിൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്കായി അവിടെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുതിരവണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ലെസ്ട്രഡ് പറഞ്ഞു, കുറ്റകൃത്യം നടന്ന സ്ഥലം കണ്ടെത്തി പരിശോധിക്കാതെ താങ്കൾക്ക് ഇരിപ്പുറപ്പിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അത് നന്നായി. താങ്കളുടെ പ്രവൃത്തി അഭിനന്ദനീയം തന്നെ. എന്നാൽ അതെല്ലാം അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ്. ലെസ്ട്രഡ് അമ്പരപ്പോടെ ഹോംസിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. ബാരോമീറ്ററിൽ ഇപ്പോൾ എത്രയാണ് കാണിക്കുന്നത്? 29. ശരിയല്ലേ? അന്തരീക്ഷം നിശ്ചലമാണ്. മേഘങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. എൻ്റെ കയ്യിൽ വലിച്ചു തീർക്കാനായി ഒരു കേസ് സിഗരറ്റുമുണ്ട്. സാധാരണ ഇത്തരം ചെറിയ ഗ്രാമങ്ങളിലെ പട്ടണങ്ങളിൽ കാണാറുള്ളതിനേക്കാൾ മികച്ചതാണ് ഈ ഹോട്ടലിലെ സോഫ സെറ്റ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇനി കുതിരവണ്ടിയുടെ ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. സന്തോഷം പ്രകടിപ്പിച്ച് ലെസ്ട്രഡ് ഒരു ചിരി പാസാക്കി. പത്രങ്ങളിൽ നിന്നും ലഭിച്ച അറിവുകൾ കൊണ്ട് താങ്കൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലെസ്ട്രഡ് തുടർന്നു. യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത ഒരു ക്ലിയർ കട്ട് കേസ് തന്നെയാണിത്. കൂടുതൽ ചിന്തിക്കും തോറും അക്കാര്യം ബോധ്യമാവുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും സുന്ദരിയും ധനികയുമായ ഒരു സ്ത്രീയെ നമുക്കാർക്കും അവഗണിക്കാനാവില്ലല്ലോ. അവൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തതിനപ്പുറം ഇവിടെ താങ്കൾക്കൊന്നും ചെയ്യാനില്ലെന്ന് ഞാൻ അവളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവൾ താങ്കളെ കാണണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. എൻ്റെ ദൈവമേ, അവളുടെ വണ്ടി വാതുക്കലെത്തിയല്ലോ. അദ്ദേഹം സംസാരിച്ച് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര സുന്ദരിയായ ഒരു യുവതി മുറിയിലേക്ക് തള്ളിക്കയറി വന്നു. അവളുടെ മനോഹരമായ നീലക്കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ചുവന്ന അധരങ്ങൾ വിടർന്നിരുന്നു. കവിളുകളിൽ അരുണിമ പടർന്നിരുന്നു. എന്നാൽ അത്യാകാംക്ഷയും ഉത്കണ്ഠയും മൂലം അവളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഷെർലക് ഹോംസ്, അവൾ വെപ്രാളത്തോടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഒടുവിൽ സ്ത്രീസഹജമായ ജിജ്ഞാസയോടെ അവൾ എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ വന്നതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുവെന്നോ അത് പറയാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. എനിക്കുറപ്പുണ്ട് ജെയിംസ് അത് ചെയ്യില്ലെന്ന്. എനിക്കതിൽ സംശയമില്ല. അക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം താങ്കൾ താങ്കളുടെ ജോലി തുടങ്ങാൻ. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകരുത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടുള്ളതാണ്. അവൻ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ മറ്റാർക്കും അറിയുന്നതിനേക്കാളും നന്നായി എനിക്കതറിയാനാവും. ഒരു ഈച്ചയെപ്പോലും അവന് കൊല്ലാൻ കഴിയില്ല. അത്രമാത്രം ആർദ്രമാണ് അവൻ്റെ ഹൃദയം. അവനെ അറിയാവുന്ന ആരും സമ്മതിക്കും അവൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഈ കുറ്റാരോപണം തികച്ചും അർത്ഥശൂന്യമാണെന്ന്. മിസ് ടർണർ, നമുക്കയാളെ സ്വതന്ത്രനാക്കാനാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കിക്കാര്യത്തിൽ ചെയ്യാനാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ വിശ്വസിക്കുക. പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ? താങ്കൾ ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയില്ലേ? അതിലെന്തെങ്കിലും പഴുതുകൾ നിങ്ങൾക്ക് കാണാനാവുന്നില്ലേ? ചില തെറ്റിദ്ധാരണകൾ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ അവൻ നിരപരാധിയാണെന്ന്? അതിനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്.
അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി എന്നവണ്ണം തിരിഞ്ഞ് ലെസ്ട്രഡിൻ്റെ മുഖത്തേക്ക് നോക്കി തുടർന്നു. നിങ്ങളിത് കേട്ടല്ലോ, അദ്ദേഹം എനിക്ക് പ്രതീക്ഷ നൽകുന്നു. ലെസ്ട്രഡ് തൻ്റെ തോളുകൾ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഭയക്കുന്നത് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ തന്നെ തിരക്കിട്ട് തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിയോ എന്നാണ്. പക്ഷേ ഇദ്ദേഹമാണ് ശരി. ഓ, തീർച്ചയായും എനിക്കറിയാം ഇദ്ദേഹമാണ് ശരിയെന്ന്. ജെയിംസ് ഒരിക്കലും അത് ചെയ്യില്ല. ഇനി അവനും പിതാവും തമ്മിലുണ്ടായ വഴക്കിൻ്റെ കാര്യം അവൻ രഹസ്യമാക്കി വെക്കുന്നത് അതിന് കാരണം ഞാനാണെന്ന് എനിക്കറിയാം. അവൻ എന്നെ ഓർത്താണത് പറയാത്തത്. എന്താണത്? ഹോംസ് ചോദിച്ചു. ഞാൻ അക്കാര്യം ഇനി മറച്ചു വയ്ക്കുന്നില്ല. എൻ്റെ കാര്യത്തിൽ ജെയിംസിനും അവൻ്റെ പിതാവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഞാനും ജെയിംസും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് അവൻ്റെ പിതാവ് മക്കാർത്തി താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും സഹോദരന്മാരായിട്ടാണ് വളർന്നത്. ജെയിംസ് വളരെ ചെറുപ്പമാണ്. ജീവിതം എന്താണെന്ന് അവൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. തീർച്ചയായും അവർ തമ്മിൽ വഴക്കുണ്ടായത് ഇത് പറഞ്ഞിട്ടാണ്. നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതിന് നിങ്ങളുടെ പിതാവ് സമ്മതിച്ചിരുന്നോ? ഹോംസ് ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. മിസ്റ്റർ മക്കാർത്തി ഒഴിച്ച് മറ്റാരും അതിനോട് യോജിച്ചിരുന്നില്ല. ഹോംസ് അങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ യുവത്വം തുളുമ്പിയിരുന്ന മുഖത്ത് പ്രകാശം പടർന്നു. നിങ്ങൾ നൽകിയ വിലപ്പെട്ട വിവരങ്ങൾക്ക് നന്ദിയുണ്ട്. ഞാൻ നാളെ വന്നാൽ നിങ്ങളുടെ പിതാവിനെ വന്നൊന്ന് കാണാൻ പറ്റുമോ? ഹോംസ് ചോദിച്ചു. ഡോക്ടർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടറോ? അതെ, നിങ്ങൾ അക്കാര്യം അറിഞ്ഞില്ലയോ? പാവം, എൻ്റെ പിതാവ് വർഷങ്ങളായി ആരോഗ്യം ക്ഷയിച്ച് ദുർബലമായ അവസ്ഥയിലാണ്. ഇപ്പോൾ അദ്ദേഹം തീർത്തും തകർന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും കിടക്കയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളെല്ലാം തകർന്നെന്നാണ് ഡോക്ടർ വില്യംസ് പറയുന്നത്. വിക്ടോറിയയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ എൻ്റെ പിതാവുമായി അടുപ്പമുള്ള ഒരേ ഒരാൾ മിസ്റ്റർ മക്കാർത്തി മാത്രമായിരുന്നു. ആ, വിക്ടോറിയ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, അവിടുത്തെ ഖനികളിൽ, അതെ അവിടുത്തെ സ്വർണ്ണഖനികളിൽ നിന്ന് തന്നെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിസ്റ്റർ ടർണർ പണം സമ്പാദിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. തീർച്ചയായും. വളരെ നന്ദിയുണ്ട് മിസ് ടർണർ. നിങ്ങൾ നൽകിയത് വിലപ്പെട്ട വിവരങ്ങളാണ്. ഏറ്റവും പ്രധാനം തന്നെ. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ അത് എന്നെയും അറിയിക്കുമല്ലോ. തീർച്ചയായും നിങ്ങൾ ജെയിംസിനെ കാണാൻ ജയിലിൽ പോകണം. ഓ ഹോംസ്, താങ്കൾ അവിടെ ചെന്ന് അവനെ കാണുമ്പോൾ പറയണം അവൻ നിരപരാധിയാണെന്ന കാര്യം എനിക്ക് ബോധ്യമുള്ളതാണെന്ന്. തീർച്ചയായും അങ്ങനെ ചെയ്യുന്നതാണ് മിസ് ടർണർ. ഞാനിപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തികച്ചും മോശമായ അവസ്ഥയിലാണ്. എന്നെ കണ്ടില്ലെങ്കിൽ ഡാഡിക്ക് വിഷമം തോന്നും. നിങ്ങളുടെ ഉദ്യമങ്ങളിൽ ദൈവം എപ്പോഴും നിങ്ങളെ തുണയ്ക്കട്ടെ. ഗുഡ് ബൈ. മുറിക്കകത്തേക്ക് കയറി വന്ന അതേ തിടുക്കത്തോടെ തന്നെ അവൾ തിരികെ പോയി. അവളുടെ കുതിരവണ്ടിയുടെ ചക്രങ്ങളുടെ ശബ്ദം തെരുവിലൂടെ അകന്നകന്നു പോകുന്നത് ഞങ്ങൾക്ക് കേൾക്കാനായി. എനിക്ക് നിങ്ങളെ ഓർത്ത് ലജ്ജിക്കേണ്ടി വരുന്നു മിസ്റ്റർ ഹോംസ്. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലെസ്ട്രാഡ് ഹോംസിനോട് പറഞ്ഞു. നിരാശപ്പെടാൻ കാരണങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷയോടെ സംസാരിച്ചത്? ഞാൻ അത്ര മൃദുല ഹൃദയനൊന്നുമല്ല. പക്ഷേ ഞാനിതിനെ ക്രൂരതയെന്നേ വിളിക്കൂ. ജെയിംസ് മക്കാർത്തിയെ സ്വതന്ത്രനാക്കാനുള്ള വഴികൾ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അയാളെ ജയിലിൽ പോയി കാണാനുള്ള അനുവാദമുണ്ടോ? ഹോംസ് ചോദിച്ചു. അനുവാദമുണ്ട്, പക്ഷേ അത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ്. എങ്കിൽ പുറത്തു പോകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ട്രെയിനിൽ ഹെർഫോർഡിലേക്ക് പോകുന്നതിന് ഇനിയും സമയം ബാക്കിയുണ്ട്. ഇന്ന് രാത്രിയിൽ തന്നെ നമുക്ക് അയാളെ പോയി കാണാം. ധാരാളം സമയമുണ്ട്. എങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. വാട്സൺ, നിങ്ങൾക്ക് സമയം പോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ തിരിച്ചെത്തുന്നതാണ്. ഞാനും അവരോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. പിന്നീട് ആ ചെറു നഗരത്തിലൂടെ കുറച്ചു നേരം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ തിരിച്ചെത്തി സോഫയിൽ കിടന്നുകൊണ്ട് മഞ്ഞ പുറംചട്ടയുള്ള ഒരു നോവൽ വായിക്കാൻ തുടങ്ങി. ആഴത്തിൽ ആണ്ടുകിടക്കുന്ന പുതിയ കേസിലെ നിഗൂഢതകളെ അപേക്ഷിച്ച് ആ നോവലിൻ്റെ കഥാതന്തു അത്രമാത്രം മികച്ചതായി എനിക്ക് തോന്നിയില്ല. എന്ന് മാത്രവുമല്ല, നോവലിൽ ശ്രദ്ധയൂന്നാൻ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്നിൽ തടസ്സം സൃഷ്ടിച്ചതിനാൽ ഞാൻ ആ പുസ്തകം മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് അന്ന് സംഭവിച്ച മുഴുവൻ വസ്തുതകളിലേക്കും വീണ്ടും ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ദൗർഭാഗ്യവനായ ഈ ചെറുപ്പക്കാരൻ്റെ വാദം ശരിയാണെന്ന് കണക്കാക്കിയാൽ, അങ്ങനെയെങ്കിൽ തൻ്റെ പിതാവിൻ്റെ അടുത്തു നിന്നും വേർപിരിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് തിരികെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തിയതിനും ഇടയ്ക്കായി എന്ത് നാരകീയതയാണ്! പ്രവചനാതീതവും അസാധാരണവുമായ എന്ത് ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്! അതെന്തു തന്നെയായാലും മാരകവും പൈശാചികവുമായിരിക്കുന്നു. അതെന്തായിരിക്കും? മുറിവിൻ്റെ സ്വഭാവത്തിൽ നിന്നും എൻ്റെ വൈദ്യശാസ്ത്രപരമായ അറിവുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനകരമായ തെളിവ് കണ്ടെത്താനാവില്ലേ? ഞാൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രേതപരിശോധനാ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രാദേശിക പത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പോലീസ് സർജൻ്റെ വിശദീകരണമനുസരിച്ച് തലയോട്ടിയുടെ പിൻഭാഗത്ത് ഇടതുവശത്തെ മൂന്നാമത്തെ പാർശ്വാസ്ഥിയും കപാലപൃഷ്ഠാസ്ഥിയും മൂർച്ചയില്ലാത്തതും നല്ല ഭാരമുള്ളതുമായ ഒരായുധം കൊണ്ട് ശക്തിയായി ഇടിച്ചതു മൂലമുണ്ടായ മാരകമായ മുറിവാണ് മരണകാരണം. ഞാൻ എൻ്റെ തലയിൽ തന്നെ തൊട്ട് ആ ഭാഗം പരിശോധിച്ചു നോക്കി. ഒരു കാര്യം വ്യക്തമായും പറയാനാകും, ഇടിച്ചിരിക്കുന്നത് പിന്നിൽ നിന്ന് തന്നെയാണ്.
അച്ഛനും മകനും തമ്മിൽ വഴക്കടിച്ചിരുന്നത് മുഖാമുഖം നോക്കി ആയിരുന്നതിനാൽ കൊലയാളിക്ക് പിന്നിൽ നിന്നും ആക്രമിക്കാനുള്ള അവസരം കൈവന്നു. എന്നാൽ അക്കാര്യത്തിലും പൂർണ്ണമായും ഉറപ്പൊന്നും പറയാനാവില്ല. ഇടികൊള്ളുന്നതിന് മുമ്പ് തന്നെ ആ വൃദ്ധൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുമില്ലല്ലോ. ഏതായാലും ഹോംസിൻ്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നാൽ അത് കൂടുതൽ പ്രയോജനകരമായിരിക്കും. അപ്പോൾ മരണമൊഴിയായി അയാൾ റാറ്റ് എന്ന് പറഞ്ഞത് വളരെ വിചിത്രമായിരിക്കുന്നു. അതെന്താണെന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒരിക്കലും അത് പറഞ്ഞത് ഉന്മാദാവസ്ഥയിലാകാൻ സാധ്യതയില്ല. അപ്രതീക്ഷിതമായി അടിയേറ്റ് മരിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യനും അങ്ങനെ ഉന്മാദിയായി സംസാരിക്കില്ല. താൻ എങ്ങനെയാണ് ഈ ഒരു ദുർവിധിയിലേക്ക് എത്തപ്പെട്ടതെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കാം അത്. പക്ഷേ അതെന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? ഏറ്റവും സാധ്യമായ ഒരു വിവരണം കണ്ടെത്തുന്നതിനായി ഞാൻ തലപുകഞ്ഞാലോചിച്ചു. ചെറുപ്പക്കാരനായ ആ മക്കാർത്തി അവിടെ കണ്ടെന്ന് പറയുന്ന ചാരനിറത്തിലുള്ള തുണിയുടെ കഥയാണ് മറ്റൊന്ന്. ഇക്കഥ സത്യമാണെങ്കിൽ കൊലയാളി കൊല ചെയ്തതിന് ശേഷം ഓടിപ്പോയപ്പോൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അവിടെ വീണുപോയിട്ടുണ്ടാവാം. അതൊരു പക്ഷേ ഓവർകോട്ടിൻ്റെ തന്നെ ഭാഗമായിരുന്നിരിക്കാം. ഏകദേശം 100 വാര അകലെ മകൻ പുറംതിരിഞ്ഞു നിന്നിരുന്ന സമയത്ത് ആ കൊലയാളിക്ക് തിരിച്ചെത്തി അയാൾ കാണാതെ അത് എടുത്തുകൊണ്ടു പോകാനും അവസരമുണ്ടായി കാണും. എല്ലാം അസാധാരണവും ദുരൂഹവുമായിരിക്കുന്നു. ലെസ്ട്രഡിൻ്റെ വാദങ്ങൾ എന്നിൽ അത്ഭുതമൊന്നും സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇപ്പോഴും വിശ്വാസമർപ്പിക്കുന്നത് ഷെർലക് ഹോംസിൻ്റെ ഉൾക്കാഴ്ചയിൽ തന്നെയാണ്. അതെനിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ആ മക്കാർത്തി പയ്യൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പുതുതായി കിട്ടുന്ന തെളിവുകളിലൂടെ ഹോംസിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാത്രി വളരെ വൈകിയാണ് ഷെർലക് ഹോംസ് തിരിച്ചെത്തിയത്. അദ്ദേഹം തനിച്ചാണ് മടങ്ങിയത്. ലെസ്ട്രഡ് പട്ടണത്തിലെ ഹോട്ടലിൽ തന്നെ തങ്ങി. ഗ്ലാസ് ഇപ്പോഴും വളരെ ഉയരത്തിൽ തന്നെ. സോഫയിലിരുന്നുകൊണ്ട് ഹോംസ് പറഞ്ഞു. അദ്ദേഹം തുടർന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് നാം എത്തുന്നതിന് മുമ്പായി മഴ പെയ്യാതിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറിച്ചാണെങ്കിൽ ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയും ഉണർവുമുള്ള സമയം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ദുരിതപൂർണമായ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ അത്തരമൊന്ന് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ യുവാവായ മക്കാർത്തിയെ കണ്ടിരുന്നു. എന്നിട്ട് അയാളിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാമാണ് മനസ്സിലാക്കിയത്? ഒന്നും മനസ്സിലാക്കിയില്ല. സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന യാതൊന്നും അയാളിൽ നിന്നും കിട്ടിയില്ലെന്നോ? ഒന്നും കിട്ടിയില്ല. ഒരു വേള ഞാൻ പ്രതീക്ഷിച്ചു കൊലയാളി ആരാണെന്ന് അവൻ അറിയാമെന്ന് തന്നെ. കാര്യം അയാളോ അവളോ മറച്ചു വെക്കുകയാണെന്നും. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായത് മറ്റുള്ളവരെ പോലെ തന്നെ അവനും ആകെ അമ്പരപ്പിലാണെന്നുള്ളതാണ്. കാഴ്ചയിൽ അയാൾ അത്രമാത്രം ബുദ്ധിമാനാണെന്നൊന്നും പറയാനാകില്ലെങ്കിലും അയാളിൽ ദയാർദ്രമായ ഒരു ഹൃദയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മിസ് ടർണറെ പോലെ ഏറെ സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്യാൻ അയാൾ മടി കാണിക്കുന്നുവെന്നത് ശരിയാണെങ്കിൽ അയാളുടെ അഭിരുചിയെ അംഗീകരിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ പറഞ്ഞു, അവിടെയാണ് ഏറ്റവും വേദനാജനകമായ ഒരു കഥയുള്ളത്. ഈ യുവാവ് ആ പെൺകുട്ടിയെ ഭ്രാന്തമായും അന്ധമായും സ്നേഹിക്കുന്നു. എന്നാൽ അവൾ 5 വർഷക്കാലം ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. ഏതാണ്ട് 2 വർഷക്കാലം മുമ്പ് ടിത്തം വിട്ടുമാറാത്ത പ്രായത്തിൽ ഈ ചെക്കൻ ഒരു ബാറിലെ പരിചാരികയുടെ പിടിയിൽ അമരുകയും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവളെ രഹസ്യമായി വിവാഹം ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്തു. മറ്റെന്ത് ചെയ്യാനാവും? കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയില്ല. താൻ ഒരിക്കൽ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യം അവൻ്റെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ അവൻ ഭ്രാന്തനായി പോകാതെ മറ്റെന്ത് വഴിയാണുള്ളതെന്ന് താങ്കളൊന്ന് ആലോചിച്ചു നോക്കുക. അതുകൊണ്ടാണ് അന്ന് ആ തടാകത്തിന് സമീപം വെച്ച് അവസാനമായി അയാളുടെ പിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആ പിതാവ് മിസ് ടർണറുടെ പേര് പറഞ്ഞപ്പോൾ ആ യുവാവ് കുപിതനാവുകയും പിതാവിന് നേരെ കൈ ഉയർത്തിയതും. ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ സഹായമില്ലാതെ സ്വയം നിലനിൽപ്പില്ല. സത്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞാൽ ആ യുവാവിനെ നിർദ്ദയം ചവിട്ടി പുറത്താക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 3 ദിവസം അവൻ ബ്രിസ്റ്റളിൽ ഈ പരിചാരികയോടൊത്താണ് കഴിഞ്ഞിരുന്നത്. ഇക്കാര്യം അയാളുടെ പിതാവിനറിയില്ല. അക്കാര്യമാണ് പ്രധാനമായി നോട്ട് ചെയ്യേണ്ടത്. ഇക്കാര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നന്മ അവസാനം എത്തിച്ചേരുന്നത് തിന്മയെ തള്ളിമാറ്റിക്കൊണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പത്രങ്ങളിൽ നിന്നും ഈ യുവാവ് അകപ്പെട്ടിരിക്കുന്ന വലിയ കുരുക്കിനെപ്പറ്റി അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. യുവാവിന് തൂക്കുകയർ തന്നെ കിട്ടുമെന്ന് അവൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ യുവാവിനെ നിർദ്ദയം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബെർമുഡായോക്കിയാർഡിൽ നിലവിൽ തനിക്കൊരു ഭർത്താവുണ്ടെന്ന് അവൾ അവന് കത്തെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അവനുമായി അവൾക്കിനി യാതൊരു ബന്ധവുമില്ലെന്ന്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ ചെറിയ വാർത്ത അയാൾക്ക് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്നും നേരിയ ആശ്വാസമുണ്ടാക്കുമെന്നാണ്. പക്ഷേ അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തത്? ആര്? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഒന്നാമതായി, കൊല്ലപ്പെട്ട മനുഷ്യൻ മറ്റാരുമായോ ആ തടാകത്തിൻ്റെ സമീപത്ത് ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നു. ആ മറ്റൊരാളെന്ന് പറയുന്നത് ഒരിക്കലും അയാളുടെ മകനായിരിക്കാൻ സാധ്യതയില്ല. കാരണം അയാൾ ഇപ്പോൾ നാട്ടിലില്ലെന്നാണ് കൊല്ലപ്പെട്ടയാൾ കരുതുന്നത്.
എപ്പോൾ അവൻ തിരിച്ചു വരുമെന്നും അയാൾക്കറിയില്ല. രണ്ടാമതായി, കൊല്ലപ്പെട്ട മനുഷ്യൻ തൻ്റെ മകൻ മടങ്ങിയെത്തിയത് അറിയാതെ തന്നെയാണ് കൂയി എന്ന ശബ്ദമുണ്ടാക്കിയത്. ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. താങ്കൾക്കിഷ്ടമാണെങ്കിൽ ഇനി നമുക്ക് ജോർജ് മെറിഡിത്തിനെ കുറിച്ച് സംസാരിക്കാം. മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. ഹോംസിൻ്റെ പ്രവചനം പോലെ തന്നെ മഴ പെയ്തിരുന്നില്ല. പ്രഭാതം പ്രകാശപൂരിതവും മേഘരഹിതവുമായിരുന്നു. രാവിലെ 9 മണിക്ക് തന്നെ ലെസ്ട്രഡ് തൻ്റെ വാഹനവുമായി എത്തി. ഞങ്ങൾ നേരെ ഹാദർലെ ഫാമും ബോസ്കോംബ് താഴ്വരയും ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഒരു പ്രധാനപ്പെട്ട വാർത്ത കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ടർണറുടെ ആരോഗ്യം തീർത്തും മോശമാണെന്നും അയാൾ എപ്പോൾ വേണമെങ്കിലും മരണത്തിന് കീഴടങ്ങിയേക്കാമെന്നും പറയുന്നു. ലെസ്ട്രഡ് പറഞ്ഞു. ആ പ്രായം ചെന്ന മനുഷ്യനാണോ? ഞാൻ ഊഹിച്ചിരുന്നു, ഹോംസ് പ്രതികരിച്ചു. ഏതാണ്ട് 60 മാത്രം. എന്നാൽ അയാളുടെ ആരോഗ്യസ്ഥിതി വിദേശത്തായിരിക്കുമ്പോൾ തന്നെ തകർന്നു തുടങ്ങിയിരുന്നു. കുറേ നാളുകളായി അയാൾക്ക് നല്ല സുഖമില്ല. രോഗം അയാളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട മക്കാർത്തി അയാളുടെ ഒരു പഴയ ചങ്ങാതിയാണ്. മാത്രവുമല്ല, ടർണറിൽ നിന്നും ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്ന വ്യക്തി കൂടിയായിരുന്നെന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഞാൻ അറിഞ്ഞത് ഹാദർലി ഫാം ടർണർ അയാൾക്ക് നൽകിയിരുന്നത് വാടകയൊന്നും വാങ്ങാതെ ആയിരുന്നു എന്നാണ്. വാസ്തവമാണോ? അത് രസകരമായത് തന്നെ, ഹോംസ് പ്രതികരിച്ചു. അതെ, അത് ശരിയാണ്. ഒരു 100 കൂട്ടം കാര്യങ്ങൾക്ക് ടർണർ അയാളെ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. ഇന്നാട്ടിലുള്ള ഏതൊരു മനുഷ്യനും പറയുന്നത് ടർണർക്ക് അയാളോടുള്ള ദയയെക്കുറിച്ച് മാത്രമാണ്. ശരിക്കും? അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങളിൽ യാതൊരു താല്പര്യവും ഉണ്ടാക്കുന്നില്ലേ? സ്വന്തമായി യാതൊന്നും അവകാശപ്പെടാനില്ലാത്ത മിസ്റ്റർ മക്കാർത്തി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുടെ ഏക അനന്തരാവകാശിയായ ടർണറുടെ മകളെ തൻ്റെ മകനു വേണ്ടി വിവാഹം ആലോചിക്കുക. വെറുമൊരു ആലോചന മാത്രം മുന്നോട്ട് വെച്ചാൽ മതിയെന്നും ബാക്കിയെല്ലാം പിന്നാലെ തന്നിലേക്ക് തന്നെ എത്തിക്കൊള്ളുമെന്നും ചിന്തിക്കുന്നതിലെ വൈചിത്ര്യം താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിടത്തോളം മിസ്റ്റർ ടർണർക്ക് തന്നെ ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നതാണ്. അയാളുടെ മകൾ അക്കാര്യത്തെക്കുറിച്ച് നമ്മളോട് വളരെയധികം സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്കിതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഊഹിക്കാനാവുന്നുണ്ടോ? നമുക്ക് അനുമാനങ്ങളും ഊഹാപോഹങ്ങളും ഏതറ്റം വരെയും ആകാമല്ലോ. എൻ്റെ നേരെ കണ്ണിറുക്കിക്കൊണ്ട് ലെസ്ട്രഡ് ഹോംസിനോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭാവനയുടെയും ഊഹാപോഹങ്ങളുടെയും പിന്നാലെ പായാതെ ശരിയായ വസ്തുതകളെ വിശകലനം ചെയ്യുന്നതാണ് ഉചിതം. നിങ്ങൾ പറഞ്ഞതാണ് ശരി, തികച്ചും ഗൗരവഭാവത്തോടെ ഹോംസ് പ്രതികരിച്ചു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു. വസ്തുതകളെ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. എങ്ങനെയായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലെസ്ട്രഡ് അല്പം അഭിമാനത്തോടെയാണ് അങ്ങനെ പറഞ്ഞത്. അതെന്താണ്? പിതാവ് മക്കാർത്തിയുടെ മരണം സംഭവിച്ചത് മകൻ മക്കാർത്തിയുടെ കൈകൊണ്ട് തന്നെയാണ്. അതങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ശ്രമം വെറും ചാന്ദ്രപ്രഭ മാത്രമാണ്. നല്ലത്. ചാന്ദ്രപ്രഭ എങ്ങനെയായാലും മൂടൽ മഞ്ഞിനേക്കാൾ പ്രഭാപൂരിതമാണല്ലോ. ഹോംസ് ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഇടതുവശത്തായി കാണുന്നത് ഹാദർലി ഫാം ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതെ, അത് ഹാദർലി ഫാം തന്നെയാണ്. അത് വിശാലമായതും അത്യധികം സൗകര്യങ്ങളുള്ളതുമായ ഒരു കെട്ടിടം തന്നെ. ഇരുനിലയാണ്. സ്ലേറ്റ് കല്ലുകൾ പാകിയതാണ്. നരച്ച ഭിത്തി മുഴുവനും മഞ്ഞ നിറത്തിലുള്ള പൂപ്പലുകൾ പടർന്നിരിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന ജനൽ കർട്ടനുകളും പുകയാത്ത ചിമ്മിനികളും എല്ലാം കൂടി ചേരുമ്പോൾ ആ കെട്ടിടം ഒരു പ്രേതഭവനം പോലെ തലയുയർത്തി നിന്നു. ഈ ഭീകര സംഭവത്തിൻ്റെ അലയൊലികൾ ആ കെട്ടിടത്തിനുമേൽ ഒരു പാപഭാരം പോലെ വീണ് കിടക്കുന്നത് പോലെ തോന്നിച്ചു. ഞങ്ങൾ വാതുക്കൽ മുട്ടി വിളിച്ചു. ഹോംസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ വീട്ടിലെ വേലക്കാരി അവളുടെ യജമാനൻ മരണസമയത്ത് ധരിച്ചിരുന്ന ബൂട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ധരിച്ചിരുന്നതല്ലെങ്കിലും അയാളുടെ മകൻ്റെ ഒരു ജോഡി ഷൂസുകളും അവർ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. 7 or 8 രീതികളിൽ ആ ഷൂസുകൾ വിവിധ കോണുകളിൽ നിന്നുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം അദ്ദേഹം മുറ്റത്തേക്കിറങ്ങി. ഞങ്ങളും അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. അവിടെ നിന്നും ബോസ്കോംബ് തടാകത്തിലേക്കുള്ള ഒരു വളഞ്ഞു പൊളഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ തൻ്റെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു കഴിഞ്ഞാൽ ഷെർലക് ഹോംസ് തികച്ചും മറ്റൊരു മനുഷ്യനായി മാറിപ്പോവും. തികച്ചും ശാന്തനായ ചിന്തകനായും തർക്കശാസ്ത്ര വിശാരദനായും അദ്ദേഹത്തെ കണ്ടിരുന്ന ബേക്കർ സ്ട്രീറ്റിലെ ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനിടയായാൽ തിരിച്ചറിയത്തു പോലുമില്ല. അദ്ദേഹത്തെ മുഖം കറുത്ത് വിളറിയ അവസ്ഥയിലാണ്. പുരികങ്ങളാകട്ടെ കട്ടിയുള്ള ചെറുവരകളായി ചുരുങ്ങിയിരിക്കുന്നു. കണ്ണുകൾ അസാധാരണമായി തിളക്കം വെച്ചിരിക്കുന്നു. മുഖവും തോളുകളും താഴേക്ക് കുനിഞ്ഞ് ചുണ്ടുകൾ കടിച്ചു പിടിച്ചാണ് നടപ്പ്. നീണ്ടു മെലിഞ്ഞ കഴുത്തിലെ ഞരമ്പുകൾ ചമ്മട്ടി പോലെ എഴുതി നിൽക്കുന്നു. മണം പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു മൃഗത്തിൻ്റെ നാസാരന്ധ്രം പോലെ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വികസിച്ചു നിന്നു. തൻ്റെ കണ്ണും കാതുമെല്ലാം മുന്നിലുള്ള വസ്തുതകളിൽ പതിപ്പിച്ച് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്ന ഹോംസിനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുക അസാധ്യമാണ്. അത്തരത്തിലുള്ള ഏതൊരു ശ്രമവും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനും അസഹ്യതയോടെ പെരുമാറാനും മാത്രമേ ഉപകരിക്കൂ. മറുപടി ഒരു കനത്ത മൂളലിൽ അവസാനിക്കും. വേഗത്തിലും നിശബ്ദനായും അദ്ദേഹം പുൽപ്പരപ്പിലൂടെ ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും പിന്നിട്ട് ബോസ്കോംബ് തടാകത്തിനടുത്തേക്ക് നടന്നു. നനുത്തതും കുറ്റിപ്പുല്ലുകൾ നിറഞ്ഞതുമായിരുന്ന ആ പ്രദേശത്ത് നിരവധി കാൽപ്പാടുകൾ തലങ്ങും വിലങ്ങും പതിഞ്ഞു കിടന്നിരുന്നു.
പുൽപ്പരപ്പം കഴിഞ്ഞ് ഈ കാൽപ്പാടുകൾ അങ്ങ് അകലേക്ക് വീണ് കിടന്നിരുന്നു. ചിലപ്പോൾ തിടുക്കപ്പെട്ടും മറ്റു ചിലപ്പോൾ നിശ്ചലനായും ഒന്നോ രണ്ടോ പ്രാവശ്യം നടന്നു വന്ന വഴിയിലൂടെ സശ്രദ്ധം തിരിച്ചു നടന്നും എന്തെല്ലാമോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാനും മിസ്റ്റർ ലെസ്റ്റർഡും അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. സ്കോട്ട്ലൻഡ് യാർഡിലെ ആ കുറ്റാന്വേഷകനാകട്ടെ യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാതെ പരമപുച്ഛത്തോടെയാണ് എല്ലാം നോക്കിക്കണ്ടത്. എന്നാൽ ഞാനാകട്ടെ എൻ്റെ സുഹൃത്തിൻ്റെ പ്രവൃത്തികളെ വളരെ താല്പര്യത്തോടു കൂടി തന്നെ നോക്കിക്കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു.